ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെത്തി. മോസ്കോയിലെ വിനുക്കോവ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മോദിയെ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡുറോവ് സ്വീകരിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി റഷ്യയിൽ എത്തിയത്. റഷ്യ യുക്രൈൻ യുദ്ധം ഉടലെടുത്തതിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണ് ഇത്. വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടക്കുമെന്നാണ് വിവരം. രാവിലെ 10:30 മോദി ഡൽഹിയിൽ നിന്ന് റഷ്യയിലേക്ക് തിരിച്ചത്. 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പുടിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് ഇന്ന് അത്താഴ വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. പ്രതിരോധം, നിക്ഷേപം, ഊർജ സഹകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നേതാക്കൾ ചർച്ച ചെയ്യും. ലോകരാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ഇരുവരും ചർച്ച നടത്തുമെന്നാണ് വിവരം. അതേസമയം റഷ്യയും യുക്രൈനും ഉൾപ്പെട്ട മേഖലയിലെ സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. സന്ദർശനത്തിന് മോസ്കോവിലേക്ക് തിരിക്കും മുൻപ് നൽകിയ പ്രസ്താവനയിലാണ് മോദി ഇക്കാര്യം അറിയിച്ചത്. ആഗോള സാഹചര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച ചെയ്യുമെന്നും റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തന്റെ സന്ദർശനം സഹായിക്കുമെന്നും മോദി അറിയിച്ചു. മോദിയുടെ സന്ദർശനത്തിന് അതീവ പ്രാധാന്യമുണ്ടെന്നും അതിനാൽ പാശ്ചാത്യ രാജ്യങ്ങൾ അസൂയയോടെയാണ് സന്ദർശനത്തെ നോക്കിക്കാണുന്നതെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. വൈകിട്ട് 6 മോസ്കോയിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് പ്രസിഡന്റ് പുടിൻ അത്താഴ വിരുന്ന് ഒരുക്കും. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നാളെയാണ്. മോസ്കോവിലെ ഇന്ത്യൻ സമൂഹത്തെയും നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. അതേസമയം പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തെ കോൺഗ്രസ് പരിഹസിച്ചു. റഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടെങ്കിലും മണിപ്പൂർ സന്ദർശിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകാതിരിക്കുന്നത് രാജ്യവ്യാപകമായി പ്രചരണായുധമാക്കാൻ കോൺഗ്രസ് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.